നമസ്കാരം. ജാതകത്തിൽ സന്താന ലാഭം ഉണ്ടോ? സന്താന ലാഭം എപ്പോൾ എങ്ങനെയാണ്? ചിലവർ ജാതകം അയച്ചു തന്നിട്ട് പറയും എനിക്ക് സന്താന ലാഭം ഉണ്ടോ എന്നൊന്ന് നോക്കണം. കുറേ നാളായി ചികിത്സയൊക്കെ ചെയ്യുന്നു. ഇതുവരെ കുട്ടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകം ഒരുമിച്ച് അയച്ചു തരിക. സ്ത്രീക്ക് സന്താന ലാഭമുണ്ട്, പുരുഷന് സന്താന ലാഭം ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് സന്താന ലാഭം എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് പ്രായത്തിലാണ്, ഏത് രാശിയിലൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴാണ് എന്നറിയണമെങ്കിൽ സന്താന ലാഭം എപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാർക്ക് ജാതകം മുഴുവൻ പഠിക്കാൻ സാധിക്കില്ല. എങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജ്യോതിഷത്തിൻ്റെ വെളിച്ചത്തിൽ അത് കണ്ടെത്താനാകും എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ജാതകം പരിശോധിച്ച് നോക്കുക. അതിനുള്ള സാധ്യതകൾ, സന്താനങ്ങളിൽ ലാഭത്തിനുള്ള സാധ്യതകൾ, സന്താനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നോക്കുക. സാധാരണഗതിയിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ 16 ദിവസം മുതലാണ് എന്തുണ്ടാവുന്നത്, 16 ദിവസം മുതലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ആ ഒരു കാല അളവ് പറഞ്ഞിരിക്കുന്നത്. സയൻസും അങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് ഗർഭത്തിന് കാരണമാകുന്നത്. ആദ്യത്തെ 4 ദിവസം നമ്മൾ നിഷിദ്ധമാണ്, അതിനൊന്നും ചെയ്യാൻ പാടില്ലാത്ത ദിവസമാണ്. ശാസ്ത്രം അനുശാസിക്കുന്നതും അതുതന്നെയാണ്. ഇത് ജനിക്കുന്ന കുഞ്ഞിൻ്റെ, ഈ 4 ദിവസത്തിനുള്ളിൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെ ആയുസ് കുറയാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ 4 ദിവസം നമ്മൾ ആദ്യം തന്നെ സന്താന ലാഭത്തിന് എടുക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹാനുസരണം കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നമുക്ക് ജാതകപ്രകാരവും ശാസ്ത്രം അനുസരിച്ചും നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. മാതാപിതാക്കൾക്ക് ചില മാർഗങ്ങളൊക്കെ ജ്യോതിഷത്തിലും സയൻസിലും ഒക്കെ പറയുന്നുണ്ട്. ജ്യോതിശാസ്ത്രം പറയുന്നത് 1, 9, 5 എന്ന ഭാവങ്ങളിൽ പാപൻ ശുഭയോഗത്തോടു കൂടി നിന്നാൽ, ഭാവാധിപന്മാർ ശുഭയോഗത്ത് 1, 9, 5 ഭാവാധിപന്മാർ ശുഭയോഗത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ 6, 8, 12 എന്നിവയിൽ നിന്നാൽ പുത്ര ലാഭത്തിന് യോഗമുണ്ട്. എങ്കിലും കാലതാമസം വരും എന്നാണ് പറയുന്നത്. അതായത് 1, 9, 5 എന്ന ഭാവാധിപന്മാർ ശുഭയോഗത്തോടു കൂടി 6, 8, 12 എന്ന ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ പുത്രലാഭത്തിന് കാലതാമസം ഉണ്ടാവും. പുത്രലാഭം ഉണ്ട്, പക്ഷെ കാലതാമസം ഉണ്ടാവും. അത് ഇത്ര കാലം കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജാതകവശാൽ നമുക്ക് ജ്യോതിഷപ്രകാരം നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും എത്ര കാലം കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും, സന്താന ലാഭം എപ്പോഴാണ്. ജാതകത്തിൽ പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകം തമ്മിൽ പൊരുത്തം നോക്കുമ്പോൾ പോലും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. സന്താന യോഗമുണ്ടോ, ആ സന്താന യോഗത്തിന് എന്തെങ്കിലും കോട്ടങ്ങളുണ്ടോ, സന്താന യോഗം എത്ര കാലം കഴിഞ്ഞാണ് സംഭവിക്കുക, ഇത്ര കാലം ഇവർക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരാം സന്താനങ്ങൾക്ക് വേണ്ടി, അതിലേതെങ്കിലും സന്താനങ്ങൾക്ക് ആയുസ്സിന് ദോഷം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതക പൊരുത്തങ്ങൾ നോക്കുന്നതിനോടൊപ്പം അവരുടെ ജാതകം വിശകലനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കും.